അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫർഹുർ റബീഅ് 16. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയിട്ട് 10 വർഷമാവുള്ളൂ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിಗೆ ഈ 10ാമത്തെ വർഷത്തിൽ നജറാൻ്റെ ക്രിസ്ത്യാന്മാരുടെ കൂട്ടത്തിൽ ഒരു 20 ആൾമാർ, അങ്ങനെ പ്രമുഖന്മാരായ 20 ആൾമാർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട ബണ്ടർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അങ്ക് ഓതിക്കൊടുത്തു ആ പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ കേട്ടപ്പോൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിക്കിടാർ. ഈ ഒരു സന്തോഷത്തെ ഇടക്കായിട്ടിങ്ങട് പരിശുദ്ധമായ റമദാൻ തിങ്കൾ വണ്ട്. ആ റമദാൻ തിങ്കൾ 12 ഈ ലോകത്ത് വലിയൊരു ദുഃഖ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയൊരു ബേജാർ. അതെന്തോ റമദാൻ 12 നുബുവത്ത് കിട്ടിയിട്ട് 10ാമത്തെ വർഷത്തിൽ അബൂ ത്വാലിബിയുടെ വഫാത്ത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാ നിലക്കും പ്രൊട്ടക്ഷൻ കൊടുത്ത അബൂ ത്വാലിബ്. ആ അബൂ ത്വാലിബിയുടെ ചരിത്രങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടുന്ന. അങ്ങനത്തെ അബൂ ത്വാലിബ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ വിട്ടുപിരിരോ വല്ലാത്ത ഒരു ദുഃഖം. അങ്ങനെ ഈ 10ാമത്തെ വർഷത്തിൽ അബൂ ത്വാലിബിയുടെ വേർപാട്, അബൂ താലിബിയുടെ ഈ വിട്ടുപിരിയൽ, അബൂ താലിബിയുടെ ഈ ഒരു വഫാത്തിറോ 3 നാളത്ത് പിന്നൊരു ദുഃഖ. അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ബിർസത്വ പെഞ്ഞായി ബഹുമാനപ്പെട്ട ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ വഫാത്ത്. സുബ്ഹാനല്ലാഹ്. ഈ 2 പ്രമുഖ വ്യക്തിങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താങ്ങും തണലായിട്ട് ഇന്ന് ആൾമാരായിട്ട് കിട്ടിയ 2 ആളും. ഈ 2 ആൾമാരും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താങ്ങും തണലായിട്ട് ഇന്ന് ആൾമാർ. അബൂ ത്വാലിബ് പരസ്യമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ വിശ്വസിച്ചിട്ടില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാതൊരു നിലക്കും നബി തങ്ങളെ തൊടകു വിട്ടുകൊടുക്കാത്ത ഒരു വ്യക്തി. പരോക്ഷമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്, പരോക്ഷം മാത്രമല്ല പ്രത്യക്ഷമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപൂർണമായിട്ടും ബെമ്പൽ കൊടുത്താലായിട്ട് സപ്പോർട്ട് കൊടുത്താലായിട്ട് അബൂ ത്വാലിബ് ഇന്നതുകൊണ്ടായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തെ ഒരു ഭാഗത്തും അങ്ങ് സ്പർശിക്കുകയായിട്ടില്ല, തൊടുകയായിട്ടില്ല. അതോടുകൂടെ ബഹുമാനപ്പെട്ട ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ ബെമ്പല, ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ സപ്പോർട്ട്. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ എല്ലാ നിലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താങ്ങും തണലായിട്ട് നിന്നെടുത്തു. അയിമയുടെ കയ്യിൽ നിന്ന് എല്ലാ സമ്പത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കായിട്ട് ചിലവാക്കിയത്. അയിമയുടെ എല്ലാ നിലക്കും എല്ലാ സൗകര്യങ്ങളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കായിട്ട് അങ്ങ് അയിമ സമർപ്പിച്ചിട്ട്. അങ്ങനത്തെ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ അബൂ ത്വാലിബ് മരിക്കടോ 3 നാളത്ത് ബഹുമാനപ്പെട്ട ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ഈ ലോകത്തെ പിരിഞ്ഞു പോകണ്ടു. 40 വയസ്സായിട്ട് അപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വയസ്സ് 40 വർഷം 6 തിങ്കൾ. ഈ വയസ്സിലായിട്ട് ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹയുടെ വേർപാടും അതേപോലെ മൂത്താപ്പ അബൂ ത്വാലിബിയുടെ വേർപാടും, ഈ 2 വിട്ടുപിരിയൽ വല്ലാത്ത ഒരു ടെൻഷനായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഭാരി ഒരു ദുഃഖ. അതുകൊണ്ടായിട്ട് ആ വർഷത്തോ ഇതിഹാസത്തിൽ ആമുൽ ഹുസൻ ദുഃഖവർഷ ചെന്നിട്ട് എഴുതി വയ്ക്കാറ് ചരിത്രകാർ. കാരണം അത്രയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുഃഖമായ ഒരു സന്ദർഭ, നബി തങ്ങൾക്ക് വല്ലാത്ത ഒരു ടെൻഷനായ ഒരു സന്ദർഭ. അതിൽ പിന്നായിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തുടർച്ചയായിട്ട് മുസീബത്തുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും സഹിച്ചുകൊണ്ട് കൊണ്ട് അത്രത്തോളം ഇങ്ങനെ ദൂരത്തിൽ സഹിച്ചുകൊണ്ടിരുന്നെങ്കിലും ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട വന്നിട്ടുണ്ട് മുസീബത്ത് പ്രയാസങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ ഓർമ്മയ്ക്ക് എത്ര മയ്യാവില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീബി ഓർമ്മയാകുമ്പോഴല്ല, ഖദീജ ബീബി റളിയല്ലാഹുവിൻ്റെ പേരിൽ ആടെടുത്തിട്ട് അയിമയുടെ പിരിസപ്പെട്ട ആൾമാർക്ക് കൊടുത്തു കടത്തിക്കൊണ്ടിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സന്ദർഭത്തിലും ഖദീജ. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 മക്കളും ധാനാക്കിയ പെണ്ണിങ്ങായിട്ട് 7 മക്കൾ കൊടുത്ത പെണ്ണിങ്ങ ഖദീജ ബീബി. വേറെ ഒരു ഭാര്യമാരിലും മക്കളുണ്ടായിട്ടില്ല. അതേപോലെ ഖദീജ ബീബി റളിയല്ലാഹു അൻഹായിട്ട് അവ്വലുന്നാസി ഇസ്ലാമൻ ആമനതു ബിഹി ഫആമനതുഹു വനസറതുഹു ബിന്നഫ്സി വന്നഫീസി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടി കൊണ്ടും സമ്പത്ത് കൊണ്ടും ബുദ്ധി കൊണ്ടും എല്ലാ നിലക്കും സപ്പോർട്ടാക്കിയത് ബഹുമാനപ്പെട്ട ഖദീജ ബീബി റളിയല്ലാഹു അൻഹ. ആ രൂപത്തിൽ നബി തങ്ങളുടെ താങ്ങും തണലായിട്ടിരുന്ന ഖദീജ ബീബി വിട്ടുവീരുന്നെങ്കിൽ കാന ലില്ലം വലീലല്ലഹു ഫീ ദഅവത്തിൽ ഇസ്ലാം. ഇസ്ലാമിൻ്റെ ദഅവത്തിന് പ്രബോധനത്തിൽ ഒരു തണലേ മുറിഞ്ഞു പോയ പോലെ, ഒരു തണൽ കൊടുക്കുന്ന മറ മുറിഞ്ഞു പോയ പോലെ. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മെച്ചത് വല്ലാഹി ലൻ യസിലു ഇലൈക ബിജംഇഹിം ഹത്താ ഉവസ്സദ ഫി തുറാബി ദഫീന. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്താപ്പ അബൂ ത്വാലിബ് പാടിക്കൊണ്ടിരുന്നത് വല്ലാഹി ലൻ യസിലു ഇലൈക ബിജംഇഹിം ഹത്താ ഉവസ്സദ ഫി തുറാബി ദഫീന. ബഹുമാനപ്പെട്ട അബൂ ത്വാലിബ് പാടുന്നത്, ഞാൻ മണ്ണിൽ പോയിട്ട് കിടക്കിടത്തോളോ അള്ളാഹുടെ തന്നെയാണ് സത്യ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട ഒരു ശത്രുട് പിറകു ഞാൻ വിടലാണ്ട്. അത്രയും ഒരു പ്രതിജ്ഞ എടുത്തിട്ടുന്ന ഒരു മനുഷ്യനായിട്ട് അബൂ ത്വാലിബിയുടെ വഫാത്ത്. ഈ 2 പ്രമുഖ വ്യക്തികളുടെ വഫാത്ത് നബി തങ്ങൾ വലിയൊരു ദുഃഖം. അതുകൊണ്ട് ആമുൽ ഹുസൻ ഹിജ്റ നുബുവത്തിന് 10ാമത്തെ വർഷ ആമുൽ ഹുസൻ ചെന്നിട്ട് ഇതിഹാസത്തങ്ങ് എഴുതി വയ്ക്കാർ ചരിത്രകാർ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും മുന്നോൽ പോണ്ടു. എല്ലാ ത്യാഗങ്ങളും സഹിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായിട്ട് നിன்றല്ലേ. അങ്ങനെ തഖദ്ദമ ബിദഅവതിഹി സ്വാബിറൻ മുസാബിറ ഫകാന യത്ബഉ الناس ബിനസീഹതി ബശീറൻ വനദീറ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെറോളു ഒരു ഭാഗത്ത് ശത്രുക്കളും ഒരു ഭാഗത്ത് മിത്രുക്കളും നബി തങ്ങളെ ബെന്നലുമായിട്ട് നിന്റാറ്. ശത്രുക്കൾ നബി തങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് നിന്നെങ്കിൽ മിത്രുങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബെന്നലുമായിട്ട് സഹായിച്ചവരായിട്ട് നിന്റാർ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നൽ പോയിത്ത്, ശക്തമായി മുന്നൽ പോയിത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ആക്രമിക്കുവാനായിട്ട് ഭാര്യയെ ശ്രമിച്ചാർ. സുബ്ഹാനല്ലാഹ്. അബൂ ത്വാലിബിയുടെ വഫാത്തിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ വല്ലാത്ത ആക്രമിക്കുവാനായിട്ട് നോക്കിയാർ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ സുബ്ഹാനല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ആ ഖുറൈശികളോ അക്രമികളായ ആൾമാർ വല്ലാത്ത ആക്രമിച്ചാർ. ഫജാലത്ത് ഇഹ്ദാ ബനാതി തഗ്സിലുഹു വഹിയ തബ്കി അൻ റഅസിഹി വതറഹ ബഅദുഹും. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ തലക്ക് മണ്ണ് വാരി എറിഞ്ഞാർ. ചില ആൾമാർ, ചില ശത്രുക്കൾ നബി തങ്ങൾ ആ ഷറഫാക്കപ്പെട്ട തലക്ക് മണ്ണ് എറിഞ്ഞാർ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോളു ബാപ്പയുടെ തല ഇങ്ങനെ കൽകുമ്പോൾ മോളിങ്ങനെ ബുൽബിഡർ വയ്യ തബുക്കി അൻ റഅസിഹി. അതേപോലെ വതറഹ ബഅദുഹും അല്ലദാ ഫീ ബുർമതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ എല്ലാ നിലക്കും ആക്രമിച്ചാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്ലെറിഞ്ഞാർ. അങ്ങനെ ഈ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് ചെല്ല ഒരു മനുഷ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുമ്പോൾ കഅബ ശരീഫ് മുട്ട നിസ്കരിക്കുമ്പോൾ ഫലവാ സൗബഹു ഫി ഉനുഖിഹി. നബി തങ്ങളോ മേൽത്തട്ടത്തോ കൽത്ത് കാച്ചിട്ട് ടൈറ്റാക്കിയിട്ട് വലിച്ച. സുബ്ഹാനല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് ഫാഖദ ബിമൻകിബിഹി ഫദഫഅഹു അൻ റസൂലില്ലാഹ്. ഇങ്ങനെ കൽത്ത് ഇങ്ങനെ കാച്ചിട്ട് ഇങ്ങനെ ടൈറ്റാക്കി പിടിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് ഈ ഉഖബത്ത് ബിൻ മുഅയ്ത്ത് ചെണ്ട മനുഷ്യരെ തട്ടിയിട്ട് ഊന്തിയിട്ടത്. ഇങ്ങനെ എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേൾക്കട തഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്. എൻ്റെ റബ്ബ് അല്ലാഹ് ചെണ്ട ഒരു മനുഷ്യരോ നിങ്ങൾ കൊല്ലിടാറാ എന്തിനാക്കിടാറ് നിങ്ങൾ ചെന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശക്തമായിട്ട് എതിർക്കിട്. ഇങ്ങനെ വഖദ് ജാഅകും ബിൽ ബയ്യിനാതി മിർ റബ്ബിക്കും വഅഖ്ബല അബൂ ജഹൽ യതഉ ഫീ ഉനഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സ്വലാത്തിഹി. സുബ്ഹാനല്ലാഹ്. ഒരിക്കൽ അബൂ ജഹൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സുജൂദ് പോകുമ്പോൾ നാലിക്ക് ചവിട്ടര ചെന്ന് തലക്ക് ഞാൻ പെരടിക്ക് ചവിട്ടര ചെന്നിട്ട് ബന്നവണു.
പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവനക്ക് കാണാൻ കിട്ടില്ല, അതവനക്ക് സാധിച്ചില്ല. ഇങ്ങനെയല്ല ഒരിക്ക മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബ ഷരീഫിനെ മുട്ട നിൽക്കുമ്പോൾ കഅബ ഷരീഫിനെ മുട്ട നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വഹാബത്തെല്ലാം ഇങ്ങനെ ദച്ചിട്ടുള്ളാರು. സുബ്ഹാനല്ലാഹ്, ഒരു വണ്ടട് കൊടൽ ಅದರ ಕರಲ ಆ ಬಲ್ಲಿಂಗ ಕೊಡന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലക്ക് അബൂജഹലിൻ്റെ ഓർഡർ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തലക്കിടുക. ഇങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് പോയിട്ടാകുമ്പോൾ നബി തങ്ങൾക്ക് എനിക്കുകയാവില്ല. ഈ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് ചെണ്ട മനുഷ്യനായിട്ടിക്കിട് അണ്ടും വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തലക്ക് ഈ അർത്ഥ വണ്ടയുടെ കരൽ കൊടുന്നിട്ട് തലക്കിട്ടു. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ എന്തെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാക്കിയാർ. ഈ കരളുടെ തലക്കിട്ടിട്ടാകുമ്പോൾ തലവയത്ത തീരാണ്ടെ മോള് ബീബി ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ഓടി വന്നിട്ട് അതിലെടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ഹെൽപ്പാക്കിരോ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ. ഇങ്ങനെ ഫലമ്മ ഖളൻ നബി സല്ലല്ലാഹു സ്വലാത്തഹു റഫ റഅസഹു സുമ്മ ദഅ അലൈഹിം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ക് മെയിനായിട്ട് കേടായിട്ട് ദ്വാരുന്നു. അല്ലാഹുമ്മ അലൈക ബി ഖുറൈഷ്, അല്ലാഹുമ്മ അലൈക ബി അബീ ജഹൽ ബിൻ ഹിഷാം വഉത്ബത്ത് ബിൻ റബീഅ വശൈബത്ത് ബിൻ റബീഅ വൽവലീദ് ബിൻ ഉത്ബ ഉമയ്യത്ത് ബിൻ ഖലഫ് വഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് ഉമാറത്ത് ബിൻ വലീദ്. ഇങ്ങനെ 7 ആൾമാരായിട്ട് ഈ പ്ലാൻ ആക്കിയോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് പോകുമ്പോൾ ഈ കരളെടുക്കും പോയിട്ട് തലക്കിടണം എന്നിട്ട് ഈ 7 ആൾമാർക്കും പേരെടുത്തിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുവായിരുന്നൊരു ശപിച്ച്. കാരണം എന്താ, നിസ്കാരத்துக்கு അടിയാക്കട ആൾമാരല്ലേ, അള്ളാഹുടെ ദീനിക്ക് വേനായിട്ട് ഇടങ്ങേറാക്കട ആൾമാർ പെടുത്തിയരാണ്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വ്യക്തിപരമായിട്ട് പല ആൾമാരും ആക്രമിച്ചാറ്. ആ ആക്രമിച്ചെങ്ങൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദ്ദുആ നബി തങ്ങളുടെ ജീവിതത്തിലേ ഇല്ല. അതേ സമയത്ത് ഒരു മനുഷ്യരെ നിസ്കരിക്കപ്പെടില്ല, ഒരു മനുഷ്യരെ ഇബാദത്ത് എടുക്കപ്പെടില്ല, നജസ് കൊടുന്നിട്ട് തലക്കിടറോ. അങ്ങനത്തെ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിക്ക് വേനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ദ്വാരുന്നവരവിടെ. അങ്ങനെ എല്ലാം ഹലാക്കായി, 7 ഹലാക്കായി പോയാർ. സുബ്ഹാനല്ലാഹ്, അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്ത്, വലീദ് ഈ 4 ബദർ യുദ്ധത്തിൽ ചത്ത് മണ്ണ് തിണ്ടുപോയാർ. അതുപോലെ പിന്നെ ഉമയ്യത്ത്, അതുപോലെ ബാക്കിയുള്ള ആൾമാർ, അങ്ങനെ പല ആൾമാരും ഓരോ സന്ദർഭത്തിലായിട്ട് എന്തായാലും അങ്ങ് ചത്തുപോയാർ. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഓരോരുത്തർ അതിൽ ഉമാറത്ത് ചെല്ലാൽ ഹബശയിൽ പോയിട്ട് ചാവിട, ഇങ്ങനെ എല്ലാം അവിടെ ചത്തുപോണ്ടാർ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്രമിച്ച ആൾമാരായിട്ടിക്കട്. ആ ആക്രമിച്ച ആൾമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുആ അല്ലാഹ് സ്വീകരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളെ എപ്പോഴും സഹായിക്കും. അള്ളാഹു തയ്യാർ, അള്ളാഹുടെ മലക്ക് റെഡി. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണ്ട, കുറച്ച് കഷ്ട പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് ഞങ്ങൾ മുന്നേറണോ ചെല്ലോ ഒരു വലിയൊരു സന്ദേശ ഈ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തുകൊണ്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മുഖ കാണുകയും അവിടുത്തെ ഷഫാത്ത് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് കിട്ടുകയും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.